ഗ്രാറ്റുവിറ്റി ഇനത്തിൽ 50% കുറവാണ് ഇപ്പോൾ വേജസ് ആയിട്ട് അല്ലെങ്കിൽ ബേസിക് പ്ലസ് DA ആയിട്ട് കണക്കാക്കിക്കൊണ്ടിരുന്നെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാറ്റുവിറ്റിയിൽ ഒരു ഹൈക്കിനും ഈ മാർച്ച് മാസത്തെ പ്രൊവിഷൻ ഇടുമ്പോൾ ഒരു എക്സ്ട്രാ കോസ്റ്റിനും സാധ്യത ഉണ്ട്. കഴിഞ്ഞ ഡിസംബർ മാസത്തെ ഡിസംബർ ക്വാർട്ടറിൽ എൻഡ് ചെയ്തപ്പോൾ രാജ്യത്തുണ്ടായിരുന്ന വലിയ ലിസ്റ്റഡ് കമ്പനികളുടെ ഒക്കെ ബാലൻസ് ഷീറ്റിലും P&L അക്കൗണ്ടിലും ഇതിന്റെ ഇമ്പാക്ട് ക്രിയേറ്റ് ആയി. വലിയൊരു പ്രോഫിറ്റ് കുറഞ്ഞിട്ടാണ്, വലിയ പ്രോഫിറ്റിൽ ഇടിവ് വന്നിട്ടാണ് നമ്മൾ ക്വാർട്ടർ എൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഷെയർ മാർക്കറ്റിനെ ഒന്ന് വല്ലാതെ ബാധിച്ചിരുന്നു. കാരണം അത് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ആണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതൊരു ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് വരുന്നതാണ്. അത് അവരുടെ ടോട്ടൽ പ്രോഫിറ്റബിലിറ്റിയെ ബാധിച്ചിട്ടുണ്ട്. അപ്പം വലിയ കമ്പനികൾ, ലിസ്റ്റഡ് കമ്പനികളുടെ ഒക്കെ ഫിനാൻഷ്യൽ ക്വാർട്ടർ എൻട്രി ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അവരതിനെ രേഖപ്പെടുത്തിയിട്ടാണ് ആ ചെലവ് അതിൽ എഴുതി ചേർത്തതിന് ശേഷമാണ് ബാലൻസ് ഷീറ്റുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കുറവ് വരാൻ, ലാഭത്തിലൊരു കുറവ് വരാൻ സാധ്യത തെളിഞ്ഞതും കുറവ് വന്നതും ഷെയർ മാർക്കറ്റിൽ അത് എഫക്ട് ചെയ്യാൻ കാരണം.